നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സഖറിയ പ്രവചനം 4-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി, നീ എന്ത് കാണുന്നു എന്നെന്നോട് ചോദിച്ചു. ഞാൻ മുഴുവനും ചെമ്പുകൊണ്ടുള്ളൊരു വിളക്ക് തണ്ടും മുഴുവനും പൊന്നുകൊണ്ടുള്ളൊരു വിളക്ക് തണ്ടും അതിൻ്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിൻ്റെ തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലത്തുഭാഗത്ത് 1 ഇടത്ത് ഭാഗത്ത് 1 ഇങ്ങനെ 2 ഒലിവുമരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, യജമാനെ, ഇത് എന്താകുന്നു എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട്, ഇത് എന്താകുന്നു നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനെ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞ, എന്തെന്നാൽ സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് ആവിത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനല്ലാത്ര എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. സെരുബ്ബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്. സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. അതിന് ഞാൻ അവനോട്, വിളക്ക് തണ്ടിന് ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തുമുള്ള 2 ഒലിവുമരം എന്താകുന്നു എന്ന് ചോദിച്ചു. ഞാൻ 2-ാം പ്രാവശ്യം അവനോട്, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊൻനിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കൊമ്പ് എന്ത് എന്ന് ചോദിച്ചു. അവൻ എന്നോട്, ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ? ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അതിന് അവൻ, ഇവർ സർവഭൂമിയിലും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. സഖറിയ പ്രവാചകനുണ്ടായ മറ്റൊരു ദർശനമാണ് 4-ാം അധ്യായം. 3-ാം അധ്യായത്തിലെ ദർശനം പ്രവാസത്തിൽ നിന്ന് വന്ന മഹാപുരോഹിതനായ യോശുവയെ സംബന്ധിച്ചായിരുന്നു. എന്നാൽ ഇത് പ്രവാസത്തിൽ നിന്ന് വന്ന് ദേശാധിപതിയായി നിയമിക്കപ്പെട്ട സെരുബ്ബാബേലിനെ കുറിച്ചാണ്. യോശുവയെ ഉണർത്തിയ ദൈവദൂതൻ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ട്, അതിന്റെ തലയ്ക്കൽ ഒരു കുടം, അതിന്മേൽ 7 വിളക്ക്, 7 വിളക്കിനും ഓരോ കുഴൽ, വലത്തുമിടത്തും ഓരോ ഒലിവുമരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത്, ഇത് സെരുബ്ബാബേലിനുള്ള സന്ദേശമാണ്. സെരുബ്ബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതം സമഭൂമിയായി തീരും. അതിന്മേൽ കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും. സെരുബ്ബാബേലിന്റെ മഹാദൗത്യം ദേവാലയ പുനർനിർമ്മാണം ആയിരുന്നു. അതിനുള്ള പ്രാപ്തി വാസ്തവത്തിൽ ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നില്ല. കാരണം അവര് 70 വർഷം ഇവിടെ കൃഷി ചെയ്യാതെയും ആടുമാടുകളെ വളർത്താതെയും അവര് ബാബേലിൽ അടിമപ്പണി ചെയ്യുകയായിരുന്നു. വന്നതേയുള്ളൂ. അവർക്ക് അതിനുള്ള പ്രാപ്തിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദൈവം സെരുബ്ബാബേലിനോട് പറഞ്ഞിരിക്കുകയാണ്, നീ തൂക്കുകട്ടയുമായി അളക്കുക, അടിസ്ഥാനം വിടുക, ദേവാലയം പണിയുക. ഇത് സെരുബ്ബാബേലിനെ സംബന്ധിച്ച ഒരു മഹാപർവ്വതം തന്നെയായിരുന്നു. പക്ഷേ കർത്താവ് പറയുകയാണ്, സൈന്യത്താലോ മനുഷ്യന്റെ ശക്തിയാലോ അല്ല, ദൈവാത്മാവിനാൽ ഇത് സാധ്യമാകും. സെരുബ്ബാബേല് ആലയത്തിന് അടിസ്ഥാനമിട്ടു, തൂക്കുകട്ട പിടിച്ച് അതിന്റെ അളവുകളൊക്കെ എടുത്തു, പണി ആരംഭിച്ചു. ആളുകൾ സഹകരിക്കാൻ തയ്യാറായി. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കാനിടയായി. പഴയ നിയമകാലത്തെ സലോമോൻ പണിത ദേവാലയമായാലും സെരുബ്ബാബേൽ പണിത ദേവാലയമായാലും പിന്നീട് ഹെരോദ രാജാവ് പുതുക്കി പണിത ദേവാലയമായാലും ഒക്കെ കർത്താവ് സ്ഥാപിച്ച സഭയാകുന്ന ദേവാലയത്തിന്റെ സാദൃശ്യമാണ്. ധാർമ്മികതയും ദൈവഭയവും ഇല്ലാത്ത പർവ്വത സമാനമായ ആളുകളെ സമഭൂമിയാക്കി ദൈവാത്മാവ് സഭയെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ വരവിനാലും
ശുശ്രൂഷയാലും കുന്നും മലയും താഴുമെന്നും വളഞ്ഞത് ചൊവ്വാകുമെന്നും യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിരുന്നല്ലോ. അത് ഇന്ന് ലോകത്തെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഠിനന്മാരായ ആളുകൾ, നരഭോജികളായ ആളുകൾ, കൊലപാതകരായ ആളുകൾ, മോഷ്ടാക്കളായ ആളുകൾ, വ്യഭിചാരികളായ ആളുകൾ, വീടിനും നാടിനും പുലർത്താത്തവരായ ആളുകൾ, അവര് പോലീസിനോ കോടതിക്കോ അവരെ നന്നാക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, മതങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ അവരെ സംസ്കരിക്കാൻ നന്നാക്കാൻ കഴിയാതിരിക്കുമ്പോൾ, യേശുവിന്റെ മൃദുസ്വരം, ലാവണ്യമായ സ്വരം, സ്നേഹത്തിന്റെ സ്വരം അവരെ കരയിക്കുന്നു. ആ ദൈവസ്നേഹത്തിനു മുമ്പാകെ അവർ മുട്ടുകുത്തുന്നു. അവർ സമൂഹത്തിലെ നല്ല പൗരന്മാരായിത്തീരുന്നു. അതാണ് മഹാപർവ്വതം സമഭൂമിയാകുന്ന കാര്യം. യേശുവിന്റെ പ്രസംഗങ്ങൾ കേട്ട പലരും ഇത് മനുഷ്യർക്ക് അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ മറുപടി മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് സാധ്യം എന്നായിരുന്നു. ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേലിന്റെ വിടുതലും ബാബേൽ പ്രവാസത്തിൽ നിന്നുള്ള വിടുതലും മനുഷ്യർക്ക് അസാധ്യമായിരുന്നു. ദൈവം അത് സാധിപ്പിച്ചില്ലേ? അവയെല്ലാം ഉദാഹരണങ്ങളാണ്. ഭക്തിയുടെയും പാപത്തിന്റെയും പിന്നാലെ പോകുന്ന മനുഷ്യരെ ദൈവത്തിന്റെ വഴിയിൽ കുഞ്ഞാട് പോലെയാക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആളുകൾക്ക് പാപബോധം നൽകുന്നു. യേശുവിലേക്ക് അവരെ നയിക്കുന്നു. അവര് പാപത്തെ ഉപേക്ഷിച്ച് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ ശിഷ്യരായിട്ട് ലോകത്തെമ്പാടും തീർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ സാദൃശ്യമാണ് ഈ സഖരിയ പ്രവചനം, ഈ 5-ാം അധ്യായം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.